നമ്മൾ യൗസേ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യൗസേ പിതാവ് ഒരു നല്ല അപ്പനായിരുന്നു. അപ്പൻ്റെ ദൗത്യം നന്നായിട്ട് നിർവഹിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സന്നിഗ്ധാവസ്ഥകളേറെയുണ്ടായി, സംശയങ്ങളുണ്ടായി. പക്ഷെ ദൈവത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ച് അതെല്ലാം ദൂരീകരിച്ച് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച് പിന്നെ ഒരു നല്ല ഭർത്താവായി, നല്ലൊരു അപ്പനായി ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്ത് വളരെ അഭിമാനപൂർവം ആ ശുശ്രൂഷ നിറവേറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ യൗസേ പിതാവിൻ്റെ ജീവിതം നമ്മുടെയും കുടുംബങ്ങളിൽ അപ്പന്മാർക്ക് നല്ല ഒരു മാതൃകയാണ്. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചു. ഒരു പരാതിയും ഉണ്ടാകാത്ത രീതിയിൽ നിശബ്ദനായി നിന്നുകൊണ്ട് തന്നെ താൻ ചെയ്യേണ്ട ജോലികളെല്ലാം ഏറ്റവും കൃത്യമായിട്ട് നിറവേറ്റി. ഈശോ ശിശുവായിരുന്ന കാലഘട്ടത്തിൽ സുരക്ഷിതത്വം നൽകിക്കൊണ്ട്, സംരക്ഷണം നൽകിക്കൊണ്ട് പിതൃ സഹജമായ ഒരു ധൈര്യം ആ കുടുംബത്തിന് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ അദ്ദേഹം അധ്വാനിയായിരുന്നു. നമ്മളെല്ലാവരും യൗസേ പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ടാണ് കരുതുന്നത്. അധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതോടൊപ്പം അദ്ദേഹം ദൈവത്തിൻ്റെ ഹിതത്തിന് പരമപ്രാധാന്യം കൊടുത്ത് ജീവിച്ച വ്യക്തിയായി. നമ്മുടെയും ജീവിതങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അപ്പന്മാർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ ആ കുടുംബത്തിലെല്ലാവർക്കും ഒരു വലിയ അരക്ഷിതാവസ്ഥയാണ്. ചെയ്യേണ്ട ജോലികൾ ചെയ്യുക. ഒരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? മക്കളെയൊക്കെ നല്ല വിശ്വാസത്തിൽ വളർത്തുക തന്നെയാണ് ആദ്യത്തെ ഉത്തരവാദിത്തം. നമ്മളൊക്കെ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ പക്കലേക്ക് എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങയുടെ പക്കലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. തലമുറകളായിട്ട് പിതാക്കന്മാരുടെ ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുക. അതുകൊണ്ടാണ് ഒരു അപ്പൻ്റെ ഒരു പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ മക്കളെ വളർത്തുകയും തൻ്റെ ദൈവത്തെ അവർക്ക് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ധ്യാനിക്കാനും ദേവാലയത്തിൽ പോകാനും എല്ലാം അപ്പന്മാര് വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണം എന്ന് പറയുന്നത്. അവര് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും മക്കള് അതിന് പ്രാധാന്യം കൊടുക്കില്ല. അതുപോലെ ഒരു ഭർത്താവ് എന്നുള്ള നിലയിലും ഒരു അപ്പൻ എന്നുള്ള നിലയിലും കുടുംബത്തോടുള്ള കടപ്പാടുകൾ നിറവേറ്റുകയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എങ്ങനെങ്കിലും കുടുംബം നടന്നു പോകും എന്നുള്ളൊരു ചിന്തയിൽ ഉത്തരവാദിത്തങ്ങളില്ലാതെ നടക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല. ഭാര്യയും മക്കളും കൂടെ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചോണം. അവിടുത്തെ കുട്ടികൾക്ക് അതിൻ്റെതായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്തയിൽ വല്ലാത്ത അപകർഷതയിൽ കഴിയുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടാവുകയാണ്. രണ്ടാമതായിട്ട് യൗസേ പിതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് അദ്ദേഹം അധ്വാനിയായിരുന്നു. തൊഴിലാളികളുടെ മധ്യസ്ഥനായി തൊഴിൽ ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അധ്വാനിയായ ഒരപ്പൻ കുടുംബത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുകയാണ്. ഞാൻ പലപ്പോഴും അപ്പന്മാരോടും അമ്മമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഒരമ്മയ്ക്ക് നൽകാനാവാത്തത് എന്താണ് അപ്പന് നൽകാൻ സാധിക്കുക? അമ്മയ്ക്ക് നൽകാനാവാത്ത എന്തെങ്കിലും കാര്യം അപ്പന് കൊടുക്കാൻ പറ്റുമോ? അപ്പന്മാരോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അവരൊന്നും മറുപടി ഒന്നും പറയാറില്ല. ഞാൻ തന്നെ മറുപടിയും പറയും. എന്താണ് അപ്പൻ തരുന്നത്? ഞാൻ പറയാറുണ്ട്, എൻ്റെ അപ്പൻ എനിക്ക് തന്നത് നല്ലൊരു അഡ്രസ്സാണ്. എൻ്റെ പേരിൻ്റെ പകുതി എൻ്റെ അപ്പൻ്റെ പേരാണ്. എന്നെ അന്വേഷിച്ച് വരുന്നത് എൻ്റെ അപ്പൻ്റെ വീട്ടിലാണ്, അമ്മയുടെ വീട്ടിലല്ല. എന്ന് വെച്ചാൽ നല്ല ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുക. ചിലരുടെയൊക്കെ മകനാണെന്ന് പറയുമ്പോൾ അത് ശരി എന്നൊക്കെ പറഞ്ഞ് മക്കളെ പോലും നമ്മൾ ആദരിക്കും. ചിലരുടെ മകനാണെന്ന് പറയുമ്പോൾ അയ്യോ, ഇങ്ങേർക്ക് ഇങ്ങനെ ഒരു മകനുണ്ടോ എന്ന് ചോദിക്കും. കാരണം ഒരു അഭിമാന ബോധമില്ല.
മക്കൾക്ക് അഭിമാന ബോധം കൊടുക്കുന്നത് അപ്പന്മാരാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ മക്കൾക്ക് ഇന്ന് ജീവിതത്തെ നേരിടാൻ ധൈര്യമില്ലാതെ അവർ ക്ലേശിക്കുമ്പോൾ അവരുടെ മുമ്പിൽ മാതൃകയായി അവർക്ക് ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്ന ഒരു അപ്പനില്ലാതെ പോയി എന്നുള്ളത് കൂടി അതിനൊരു കാരണമാണ്. കുട്ടനാട്ടിലൊക്കെ ഇപ്പോൾ വന്ന് പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നീന്തൽ പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത്. അത് പിന്നെ അമ്മമാരുടെ കുഴപ്പം കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. നീന്താൻ വിടത്തില്ല. നീന്തൽ പഠിക്കാത്ത പിള്ളേർ, വെള്ളം കണ്ടാൽ പേടിച്ചു പോകുന്ന കുട്ടനാട്ടുകാരാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേര്. കാരണം അവർക്ക് അറിയത്തില്ല. പണ്ടങ്ങനെയല്ല, വെള്ളമൊന്നും കണ്ടാൽ നമ്മൾ പേടിക്കത്തില്ല. ഇങ്ങനെ വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുക. കാരണം ധൈര്യമുണ്ട് ജീവിക്കാൻ ധൈര്യമില്ലാത്ത ഒരു തലമുറ ഉയർന്നു വരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രൈസ്തവ സമുദായത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതാണ്. പണ്ടൊക്കെ നല്ല ധീരതയോടെ ജീവിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ഓർത്തു നോക്കി, ഈ കുട്ടനാട്ടിലൊക്കെ കായൽ വറ്റിച്ച് കൃഷി ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് അന്ന് മോട്ടർ ഉണ്ടായിരുന്നോ, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു, എന്നതാ ഉണ്ടായിരുന്നത് ഈ കായിക ബലവും പിന്നെ അധ്വാനിക്കാനുള്ളൊരു മനസ്സുമായിരുന്നു, നല്ല ധൈര്യവുമുള്ള ഒരു മനസ്സ്. 130 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ചമ്പക്കുളം പള്ളി ഇതുപോലെ പണിതുയർത്തി എന്ന് പറയുമ്പം എന്നാ സംഭവമായിരുന്നു ചമ്പക്കുളംകാര് അല്ലേ? നല്ല ധൈര്യമുള്ള മനുഷ്യരായിരുന്നു. ഇപ്പം നമ്മൾ വിചാരിച്ചു ഇതുപോലെ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ധൈര്യമുള്ള മക്കൾക്കൊക്കെ ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്ന ഒരു തലമുറ അന്നുണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അധ്വാനികളായ അപ്പന്മാരെ കണ്ടു വളരുന്ന മക്കൾ അവര് നല്ല ധൈര്യമുള്ള വ്യക്തികളായിട്ട് മാറും. ജീവിതത്തെ നേരിടാനായിട്ട് ധൈര്യം ഉണ്ടാവും. അതവരുടെ ആത്മവിശ്വാസമായിട്ട് മാറുകയാണ്. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നല്ല അന്തസ്സായിട്ട് നിന്ന് ജീവിക്കും. അധ്വാനി എന്ന് പറയുമ്പോൾ അപ്പന്മാരെല്ലാം ജില്ലാ കളക്ടറാണെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും തൊഴില് നല്ല അഭിമാനത്തോടു കൂടി ചെയ്യുന്ന അപ്പന്മാരെയാണ് മക്കൾക്ക് എപ്പോഴും ഇഷ്ടം. നിങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് വാസ്തവമാണോ എന്ന് അറിയത്തില്ല. നോർത്ത് ഇന്ത്യയിൽ എവിടെയോ IAS കിട്ടിയ മിടുക്കിയായ ഒരു പെൺകുട്ടി സൈക്കിൾ റിക്ഷയിൽ പോകുന്ന അപ്പനെ ആഘോഷമായിട്ട് അവള് ആ റിക്ഷായി ഉന്തി പട്ടണത്തിൽ കൂടെ പോയി. അവൾക്ക് IAS പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റി. അവള് പറഞ്ഞു, ഈ അപ്പൻ ഈ റിക്ഷ ഉന്തിയത് കൊണ്ടാണ് എനിക്ക് ഈ പരീക്ഷ ജയിക്കാനായിട്ട് സാധിച്ചു. രക്ഷാവുന്തിയ അപ്പനെ കുറിച്ച് അവൾക്ക് ഒരു നാണക്കേടും ഇല്ല, അഭിമാനബോധമാണ്. അവൾ അയാളെയും ഒരു പ്രാവശ്യം റിക്ഷായിൽ വലിച്ചുകൊണ്ട് പട്ടണത്തിൽ കൂടെ നടക്കുകയാണ്. എന്തോ ഒരു അഭിമാനിയായ അപ്പനായിരിക്കണം അയാളെ. രക്ഷാവുന്തി മകളെ ഈ നില വരെ എത്തിച്ചു. അതാണ് നമ്മൾ വലിയ കളക്ടർ ജോലിയൊന്നും ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളേരുടെ മുമ്പിൽ ഒരു മൂടുപടം കാണിക്കണമെന്നൊന്നുമില്ല. അത് ചെറിയ ജോലികളാണെങ്കിലും അത് നല്ല അഭിമാനത്തോടെ അന്തസ്സോടെ ചെയ്യാൻ സാധിക്കുമ്പോൾ മക്കൾക്ക് കിട്ടുന്ന ഒരു അഭിമാനബോധം വളരെ വലുതാണ്. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെയൊക്കെ ഇന്നത്തെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അലസന്മാരായ ആൺപിള്ളേരും പ്രാർത്ഥിക്കാത്ത പെൺപിള്ളേരുമാണ്. പെൺപിള്ളേർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പം, അവർ കല്യാണം കഴിച്ച് അവർക്ക് പിള്ളേരുണ്ടായാൽ കുടുംബത്തിൽ ആരും പ്രാർത്ഥിക്കുകയില്ല. കാരണം അമ്മമാരുടെ നിഷ്ഠ കൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പഠിച്ചതും ഇന്നും പ്രാർത്ഥിക്കുന്നത്. കൊന്തയുടെ രഹസ്യം അറിയാവുന്ന എത്ര പെൺപിള്ളേരുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം മാനഹാനി പേടിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് അറിയാതെ തനിച്ച് വണ്ടിയെ പോകുമ്പോൾ ഒന്ന് കൊന്തയൊല്ലി പ്രാർത്ഥിക്കാൻ അറിയാവുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവര് പറയും, ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിതാവ്, എല്ലാം മൊബൈൽ ഫോണിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനാണെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുന്ന പെൺകുട്ടികൾ നമുക്ക് വേണം. അതുപോലെ അധ്വാനികളായ ആൺപിള്ളേരും വേണം. അലസന്മാരായ ആൺപിള്ളേരെ കൊണ്ട് വലിയ പാഠം. ഈ ആൺപിള്ളേരെ അലസന്മാരാക്കുന്നത് മുഴുവൻ അമ്മമാരാന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഞാനിപ്പോൾ ഉടനെ പൊക്കോളാം കേട്ടോ, കുർബാന കഴിഞ്ഞാൽ ഉടനെ എന്നെ ഒന്നും ചെയ്യരുത്. അമ്മമാർ ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. ഒരാൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ട്രോഫി കിട്ടിയ പോലാണ്. പിന്നെ അവനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. അവനും എൻ്റെ ചക്കരക്കൂട്ടം വന്ന് കഴിച്ചാൽ മാത്രം മതി. അവനെ പാത്രം കഴിക്കത്തില്ല, തുണി അലക്കിക്കത്തില്ല, കടയെ വിടത്തില്ല, ഒരു സാധനം അറിയത്തില്ല. അവസാനം അവനോട് മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവൻ പോയി പലചരക്ക് കടയിൽ പോയാ ചോദിക്കുന്നത്. അവൻ അറിയത്തില്ല ഇത് എവിടെയാ കിട്ടുന്നതെന്ന്. അതാണ്. തുണി അലക്കാൻ അറിയത്തില്ല. പണ്ടൊക്കെയാണ് വേണമെങ്കിൽ അലക്കിക്കോണം, ഇട്ടോണ്ട് നടക്കണമെങ്കിൽ അലക്കിക്കോണം, അത്ര തന്നെ. അവിടെ അലക്കിത്തരാൻ ആരില്ല. പക്ഷെ അതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. എന്നെ കൊണ്ട് വിചാരിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ചിന്ത അവനറിയാതെ കിട്ടുകയാണ്. അധ്വാനികളായ ആൺകുട്ടികളും പ്രാർത്ഥിക്കുന്ന പെൺപിള്ളേരും ഒക്കെയാണ് വേണ്ടത്. മൂന്നാമതായിട്ട് ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ഔസേപ്പിതാവ്
ദൈവേഷ്ടത്തിന്, ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു. സ്വന്തം താല്പര്യങ്ങൾക്കല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏക സ്വപ്നം മറിയുമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നായിരുന്നു. മാലാഖ വന്ന് ആ സ്വപ്നവും കൂടെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. പക്ഷേ അപ്പോഴും വിരക്തനായ യൗസേപ്പ് അല്ലേ, ആ പ്രായത്തിൽ നമ്മൾ ഔസേപ്പിതാവിനെ വയസ്സനായിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ചമ്പക്കുളത്തെ രൂപം അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഒത്തിരി പ്രായമുള്ള ഒരു അപ്പൂപ്പനായിട്ടാണ് ഔസേപ്പിതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് മറിയത്തെ വളരെ സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയായിട്ട്. അതൊട്ട് ശരിയല്ലേ. ഔസേപ്പിതാവും ചെറുപ്പക്കാരനായിരുന്നു. വളരെ യൗവനത്തിൽ തന്നെ ജീവിച്ച വ്യക്തിയാണ്. ആ യൗവനത്തിൽ അദ്ദേഹം വലിയൊരു പരിത്യാഗത്തിന് തയ്യാറായി. ദൈവപുത്രന്റെ വളർത്തച്ഛനായി തൻ്റെ ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു. അതുകൊണ്ടിപ്പോൾ എന്താ, ഈ 2024 ചമ്പക്കുളം പള്ളിയിലും ഔസേപ്പിതാവിൻ്റെ സ്മരണ നമ്മൾ കൊണ്ടാടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ പിതാവിൻ്റെ ഗുണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ഒരു ശക്തിയായിട്ട് മാറുന്നതാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒത്തിരി ഗുണങ്ങൾ ഔസേപ്പിതാവിനുണ്ട്. ഔസേപ്പിതാവിൻ്റെ ജീവിത നന്മകളെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.